ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിൽ സമാപനം. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പിനിടമില്ലെന്ന് IBSA നേതൃയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഇസ്രായേൽ നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ 2 ഘട്ടങ്ങളായി നടപ്പാക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ രാജ്യത്ത് 50.47 കോടിയിലധികം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിച്ച G20 ഉച്ചകോടി സമാപിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയാണ് ഔദ്യോഗിക സമാപനം പ്രഖ്യാപിച്ചത്. ആഫ്രിക്കൻ മേഖലയുടെ വികസനം, വളർച്ച എന്നിവയെ G20 കൂട്ടായ്മയുടെ കേന്ദ്രബിന്ദുവാക്കി നിലനിർത്താൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ഉച്ചകോടിയുടെ 3ാം സെഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്തു. നിർണായക സാങ്കേതിക വിദ്യകൾ മനുഷ്യ കേന്ദ്രീകൃതവും ആഗോള സ്വഭാവമുള്ളതും ഓപ്പൺ സോഴ്സ് മാതൃകയിലുള്ളതുമായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഉച്ചകോടിയുടെ വിജയകരമായ സംഘാടനത്തിൽ റമഫോസയെ ശ്രീ മോദി അഭിനന്ദിച്ചു. വ്യാപാരം, നിക്ഷേപം, ഖനനം, നിർണായക ധാതുക്കൾ, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജമൈക്ക, നെതർലൻഡ്സ് പ്രധാനമന്ത്രിമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. ജോഹന്നാസ്ബർഗിൽ നടന്ന IBSA നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡിസിൽവ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പിന് ഇടമില്ലെന്നും ഏകോപനം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശ്വസനീയവും മനുഷ്യ കേന്ദ്രീകൃതവുമായ നിർമ്മിത ബുദ്ധി മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതിൽ IBSAയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിയിലേക്ക് IBSA നേതാക്കളെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. സാങ്കേതികവിദ്യ എല്ലാ ദിവസവും വികസിക്കുകയാണെന്നും ഉയർന്നുവരുന്ന ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ ഉദ്യോഗസ്ഥർ വൈദഗ്ധ്യം നേടണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിവിധ സിവിൽ സർവീസുകളിലെ ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ പാലസമുദ്രത്തിൽ കസ്റ്റംസ്, പരോക്ഷ നികുതി, നർക്കോട്ടിക്സ് ദേശീയ അക്കാദമിയിലായിരുന്നു പരിപാടി. സമ്പത്തിന്റെ സൃഷ്ടിയും വിതരണവും ഒരുപോലെ പ്രധാനമാണെന്നും വ്യക്തിഗത മികവിനേക്കാൾ കൂട്ടായ്മയ്ക്ക് മുൻഗണന നൽകണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. Today, technology is a game changer and will serve as a useful tool for you in your line of work. It can make your tasks easier and help with quicker disposal. Technology can also play an important role in erasing corruption. We are always talking about ease of doing business. Now, ease of doing work is also getting implemented. We should utilize all these facilities so that we will be able to achieve greater things. നേരത്തെ പുട്ടപർത്തിയിലെ ഹിൽവ്യൂ സ്റ്റേഡിയത്തിൽ ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. സമാധാനം, സ്നേഹം, നിസ്വാർത്ഥ സേവനം എന്നിവയുടെ ആഗോള പ്രതീകമാണ് ശ്രീ സത്യസായി ബാബയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ ഇതുവരെ 50.47 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 51 കോടി സമ്മതിദായകർക്ക് ഇവ വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. 9 സംസ്ഥാനങ്ങൾ, 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തിയുള്ള 2ാം ഘട്ടത്തിന് ഈ മാസം 4-നാണ് തുടക്കമായത്. ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് അവസാനിക്കും. പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർക്കും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനം മറ്റന്നാൾ മുതൽ വെള്ളിയാഴ്ച വരെ നടക്കും. അതേസമയം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റിനായി ഫോം 15-ൽ ബന്ധപ്പെട്ട വരണാധികാരിക്ക് അപേക്ഷ നൽകണം. കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിനെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണ പ്രക്രിയ ലളിതമാക്കാനുള്ള നിർദ്ദേശം ഇപ്പോഴും സർക്കാരിന്റെ പരിഗണനയിലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മതിയായ കൂടിയാലോചനകൾക്ക് ശേഷമേ വിഷയത്തിൽ തീരുമാനമെടുക്കൂ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് ഉദ്ദേശമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ കരട് സമാധാന പദ്ധതി ചർച്ച ചെയ്യാൻ ഇന്ന് ജനീവയിൽ യോഗം ചേരും. അമേരിക്ക, യുക്രൈൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പുറമെ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, ജർമ്മൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും യോഗത്തിൽ പങ്കെടുക്കും. സമാധാന പദ്ധതി സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റുമായി സംസാരിക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണെ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 30 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ജനങ്ങൾക്ക് പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ സമർപ്പിക്കാം. നീതി, മനുഷ്യത്വം, സത്യം എന്നീ ആദർശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്വജീവിതം ബലിയർപ്പിച്ച വ്യക്തിയാണ് ഗുരു തേഗ് ബഹദൂർജി എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗുരുവിന്റെ 350ാം രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശത്തിലാണ് രാഷ്ട്രപതിയുടെ പരാമർശം. ശ്രീ ഗുരു തേഗ് ബഹദൂറിന്റെ 350ാം രക്തസാക്ഷിത്വ ദിനാചരണങ്ങൾക്ക് വിശുദ്ധ ഭൂമിയായ ശ്രീ ആനന്ദപൂർ സാഹിബിൽ തുടക്കമായി. 3 ദിവസം നീളുന്നതാണ് പരിപാടികൾ. ഗുരുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രദർശനം, ഡ്രോൺ ഷോ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇരു രാജ്യങ്ങളിലെയും വ്യാപാര സമൂഹത്തിന് നേരത്തെ തന്നെ ഉറപ്പാക്കുന്നതിന് ഇത് സഹായിക്കും. ലോകത്തിന് ഒരു സുഹൃത്തും വിശ്വസ്ത പങ്കാളിയുമായി ഇന്ത്യ മാറിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. मुझे लगता है कि ये एक नए व्यापारिक संबंधों के दौर की शुरुआत. अब तो पहले तय करना होगा कि दोनों देशों को क्या मिल सकता है, इस FTA में से कैसे लाभ ले सकते हैं, क्या चीजों पे हम सहूलियत देंगे. चीजें अभी चर्चा में से निकलेंगी. एक संभावना है कि हम पहला फेज FTA का पहले तय कर लें और 2 फेजेस में इस पूरे FTA को फाइनल करें. കേന്ദ്ര സർക്കാർ ഈ മാസം 12 അംഗീകാരം നൽകിയ കയറ്റുമതി പ്രോത്സാഹന ദൌത്യം സംബന്ധിച്ച വിശദ മാർഗ്ഗനിർദ്ദേശങ്ങൾ അടുത്തയാഴ്ച പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്ക ചുമത്തിയ ഉയർന്ന ചുങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ കയറ്റുമതിക്കാർക്ക് പിന്തുണ നൽകാനാണ് ദൌത്യം ലക്ഷ്യമിടുന്നത്. 25,060 കോടി രൂപ ചെലവിൽ 6 വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുക. കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള ഗൾഫ് എയർ വിമാന സർവീസുകളുടെ എണ്ണം 4 നിന്ന് 7 വർദ്ധിപ്പിച്ചു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഇനി മുതൽ 2 സർവീസ് ഉണ്ടാകും. ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് മറ്റ് സർവീസുകൾ. 4ാം ദിനത്തിലും മികച്ച പ്രേക്ഷക പങ്കാളിത്തം ഉറപ്പാക്കി 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. മധ്യപ്രദേശ് സർക്കാർ നിർമ്മിച്ച ലോകമാതാ ദേവി അഹല്യാഭായ്, സോങ്സ് ഓഫ് ആദം, ലോക്ഡൌൺ, ബിക്കമിംഗ് അടക്കമുള്ള സിനിമകൾ മേളയിൽ പ്രദർശിപ്പിച്ചു. നീലഗിരീസ്, എ ഷെയർഡ് വെൽഡർനെസ്, മുക്കം പോസ്റ്റ്, ബോംബിൽവാടി, സിക്കാർ എന്നീ ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർ പങ്കെടുത്ത ചർച്ചാ പരിപാടി ശ്രദ്ധേയമായി. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ടൈഗർ, സീസൈഡ്, സെറൻഡിപ്പിറ്റി എന്നീ ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടി. കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ വനിതാ ലോകകപ്പ് T20 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. കൊളംബോയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ നേപ്പാളിനെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 115 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 13ാം ഓവറിൽ വിജയത്തിലെത്തി. ഗുവാഹത്തിയിൽ ഇന്ത്യൻ പുരുഷ ടീമിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് കൂറ്റൻ സ്കോർ. സെനിറൂൻ മുത്തുസ്വാമിയുടെ സെഞ്ചുറി കരുത്തിൽ 489 റൺസാണ് ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 9 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. G20 ഉച്ചകോടിക്ക് ദക്ഷിണാഫ്രിക്കയിൽ സമാപനം. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പിന് ഇടമില്ലെന്ന് IBSA നേതൃയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഇസ്രായേൽ നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ 2 ഘട്ടങ്ങളായി നടപ്പാക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ രാജ്യത്ത് 50.47 കോടിയിലധികം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.